500-ന്റെയും 1000-ന്റെയും നോട്ടുകൾ ഇപ്പോൾ ഇന്ത്യയിൽ നിരോധിച്ചതോടെ പുലിമുരുകൻ സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷനെ ഇത് എത്രത്തോളം ബാധിച്ചിട്ടുണ്ട്? പുലിമുരുകന്റെ കളക്ഷന് തിയേറ്ററുകളിൽ 500-1000 എടുത്തില്ലെങ്കിൽ തീർച്ചയായിട്ടും കളക്ഷനെ ബാധിക്കില്ല. അത് ഓക്കെ. പുലിമുരുകനല്ല, എല്ലാ ബിസിനസിനെയും അത് ബാധിച്ചിട്ടുണ്ട്. തിയേറ്ററുകളിൽ ഇപ്പോൾ പഴയ 500-ന്റെയും 1000-ന്റെയും നോട്ടുകൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ? അല്ലല്ല, അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ചില തിയേറ്ററുകളിൽ ചെയ്യുന്നില്ല, എന്നാലും മിക്ക തിയേറ്ററുകളിൽ എടുക്കുന്നുണ്ട്. ഇത് 2 ദിവസത്തെ കാര്യം, ഇന്നും നാളെയല്ലേ ഉള്ളൂ. ഈ 2 ദിവസം എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ചില ബാങ്കുകാർ സമ്മതിക്കുന്നില്ല. അതല്ല, ഇന്ന് എല്ലാ ബിസിനസ്സിനെ ഭയങ്കര ബാധിച്ചിട്ടുണ്ടല്ലോ. ആൾക്കാരെ ക്യാഷില്ലല്ലോ. 100 നോട്ട് ആട്ടിലിരിക്കുന്നു, ആട്ടിലില്ലല്ലോ. 500-1000 കൊണ്ടൊന്നും പോയാൽ എങ്ങും എടുക്കുന്നുമില്ല. ഈ മലബാർ സൈഡിലൊക്കെ ചില വലിയ വലിയ തിയേറ്ററുകളൊക്കെ എടുക്കുന്നുള്ളൂ. സാധാരണ ചില ആൾക്കാർ എടുക്കുന്നില്ല. നമുക്ക് ആരോടും പ്രസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. താങ്കൾ എങ്ങനെയാണ് ഈ പ്രതിസന്ധി നേരിടുന്നത്? ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററുടെ നിയമം നമുക്കായിട്ട് ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അതിന് കളക്ഷൻ ഇന്ന് കുറവുണ്ടാവും, ഇന്ന് നാളെ കളക്ഷൻ കുറവുണ്ടാവും. താങ്കളെ വെച്ച് വരുന്ന ട്രോൾസിനോട് എങ്ങനെയാണ് താങ്കൾ പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നത്? ഈ 500-ന്റെ നോട്ട് 1000 നോട്ട് ചുമന്ന നടക്കുമെന്ന് പറഞ്ഞല്ലേ ട്രോൾസ് വരുന്നത്. ട്രോൾസ് അങ്ങനെ തന്നെയാണ് വരുന്നത്. പക്ഷെ അത് ആർക്ക് അതിനെപ്പറ്റി ബിസിനസ് ആർക്കും അറിഞ്ഞുകൂടില്ല. ആരെങ്കിലും ക്യാഷ് വെച്ചു ചെയ്യും. ഇതൊക്കെ ബാങ്ക് ത്രൂ പോകുന്നതല്ലേ. ഞങ്ങൾക്ക് ആർക്കും ക്യാഷ് വെച്ച് നടക്കണ്ടേ, എല്ലാം ബാങ്ക് ത്രൂ ആക്കണം. അത് വെറും ഫണ്ണി സൈഡിൽ, അത് ആ ഫണ്ണി സൈഡിൽ തന്നെ ആൾക്കാർ അങ്ങനെ തന്നെ എടുക്കുന്നത്, ആ സൈഡിൽ തന്നെ എടുക്കുന്നത്. നമുക്ക് അതിനകത്ത് ഒരു സീരിയസ്നെസ് ഇല്ല. ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഒരു ഫിലിം പ്രൊഡ്യൂസർ പ്രേക്ഷകർക്കിടയിൽ ഇത്രയും വലിയൊരു ഹീറോ ആകുന്നത്. അതിനെപ്പറ്റി പറയാമോ? പറയാം. ഞാനിപ്പോൾ ഇത്ര ഇൻവെസ്റ്റ് ചെയ്തൊരു പടം ഇറക്കുക, അതായത് ഭയങ്കര റിസ്കിലൊരു പടം. നമുക്കറിയാം, ഏത് പടം മലയാള ഇൻഡസ്ട്രി അത്ര വളർന്നില്ല. എല്ലാവരും ഒരു 10 കോടി രൂപ 12 കോടി രൂപ അതിന്റെ ബിസിനസ് മലയാളത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് നമ്മൾ 25 കോടി രൂപ 30 കോടി രൂപ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഭയങ്കരമാണ്. തമിഴിനും തെലുങ്കിനെ വെല്ലുന്ന രീതിയിലുള്ളതാണ്. പക്ഷെ ആ ഒരു ധൈര്യത്തിൽ ഞാൻ പടം എടുത്തു. എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ഇതാണ്. ഏതായാലും ഒരു തമിഴ് പടമാണെങ്കിലും തെലുങ്ക് പടമാണെങ്കിലും മലയാളത്തിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര കളക്ഷനാണ്. എന്തുകൊണ്ട് മലയാളത്തിലായിക്കൂടെ? അത് ആ മെന്റാലിറ്റിയാണ് ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് ഇങ്ങനെ പടം എടുത്തത്. പുലിമുരുകൻ പൈറസി താങ്കൾ എങ്ങനെയാണ് നേരിട്ടത്? പൈറസി ഇപ്പൊ എന്താ, ചില ആൾക്കാർ മനഃപൂർവ്വം ഇത് സ്ഥലം താക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതാണിത്. ഇപ്പോഴത്തെ ഈ ഒരു പടം ഇറങ്ങിയത്. പക്ഷെ ഇത് എത്ര ഇറങ്ങിയാലും ആൾക്കാർക്ക് ഇത് തിയേറ്ററിൽ കണ്ടാലേ അതിന് സുഖമുണ്ടാവുള്ളൂ. എത്ര ആൾക്കാർ കയ്യിലുണ്ടായെന്ന് പറഞ്ഞാലും ഒരു മൊബൈലിൽ കണ്ടാലോ ഒരു വീട്ടിൽ കണ്ടാലോ ഇതിൻ്റെ ഒരു സുഖം കിട്ടത്തില്ല. ഈ സിനിമ, പുലിമുരുകൻ സിനിമ തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ അതിൻ്റെ ആ പിക്ചറൈസേഷനും അതിൻ്റെ സൗണ്ടും എല്ലാ സാധനം കാണണമെങ്കിൽ തിയേറ്ററിൽ തന്നെ കാണണം. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല അത് നമ്മുടെ പടത്തെ അധികം ബാധിക്കുമെന്ന് തോന്നുന്നില്ല. അത് മാധ്യമങ്ങളും ഫാൻസ് അസോസിയേഷൻസും ഒക്കെ ഏറ്റവും കൂടുതൽ ആഘോഷമാക്കിയ സിനിമയാണ് പുലിമുരുകൻ. ഈ സിനിമയുടെ മാസീവ് മാർക്കറ്റിംഗ് അപ്രോച്ചിനെ പറ്റി ഒന്ന് പറയാമോ? അല്ല, അതൊരു നല്ല പ്രോഡക്റ്റ് വരുമ്പോൾ എല്ലാവരും അതിനെ സഹകരിക്കുമല്ലോ. അപ്പോൾ ഫാൻസുകാർക്കാണെങ്കിലും അവർക്ക് ഏറ്റവും കൂടുതൽ ആഹ്ലാദിക്കാൻ പറ്റിയ സാധനമാണ്. അപ്പോൾ അവരതിനെ കയ്യിലെടുത്ത് അവർ എൻജോയ് ചെയ്യാം. നമ്മൾ മാർക്കറ്റ് ചെയ്ത സാധനം അവരുടെ കയ്യിൽ കിട്ടിയപ്പോഴത്തേക്ക് അവർക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയ സാധനം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് എൻജോയ് ആരാണെങ്കിലും നമ്മുടെ കയ്യിൽ നല്ലൊരു സാധനം കിട്ടിയാൽ നമ്മൾ എൻജോയ് ചെയ്യത്തില്ലേ? എന്ന് പറഞ്ഞാൽ ഫാൻസുകാർ, പ്രത്യേകിച്ച് മോഹൻലാൽ ഫാൻസുകാർക്ക് എന്ന് പറഞ്ഞാൽ അവർ ജീവിതത്തിൽ കിട്ടാത്തൊരു സാധനം ലാൽ സാധനം കൊണ്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് അവർ മാക്സിമം അവരതിൻ്റെ എൻജോയ് ചെയ്യാണ്, യൂട്ടിലൈസ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു മാസീവ് മൂവി മാർക്കറ്റിംഗ് ആൻഡ് പ്രൊമോഷൻ ചെയ്യാൻ ആരാണ് താങ്കളെ ഇൻസ്പയർ ചെയ്തത്? ഇല്ലില്ല, ഇത് ആരും ഇൻസ്പിറേഷൻ. ഞാൻ ബേസ്ഡ് ഫ്രം അബുദാബിയാണ്, ഗൾഫിലാണ്. അപ്പോൾ ഗൾഫിൽ ഞാൻ കാണുന്നതാണിത്. അവിടെ ഓരോ പടങ്ങൾ വരുമ്പോൾ, ഇന്ത്യൻ പടം വരുമ്പോഴും ഒക്കെ അവിടുത്തെ പബ്ലിസിറ്റി ഞാൻ കാണുന്നതാണ്. അതിൻ്റെ സ്വന്തമായിട്ടുള്ള ഇതാണ്, കണ്ട അനുഭവമാണ് അത്. അതായത് അങ്ങനെയാണ്, സ്വന്തമായിട്ട് കണ്ട അനുഭവത്തിൽ കൂടെയാണ് ഞാനതിൻ്റെ പബ്ലിസിറ്റി ഞാൻ ചെയ്തു. 500-ന്റെ 1000-ന്റെ നോട്ടുകൾ ഗവൺമെന്റ് നിരോധിച്ചതിനെ പറ്റി താങ്കളുടെ വ്യക്തിപരമായ അഭിപ്രായം എന്താണ്? നല്ലതാണ്. ഈ കരിഞ്ചന്തയിലുള്ള പണം അത് ഉള്ള ആൾക്കാർ അത് മാറ്റിക്കുള്ളൂ. കരിഞ്ചന്ത ഉള്ള ഇവിടുത്തെ എല്ലാത്തിനും ഇവിടെ സ്ഥലത്തിന്റെ വില കൂടുന്നു, എല്ലാ കാര്യങ്ങൾക്കും നമുക്കൊരു ക്യാഷിനൊരു വാല്യൂ ഇല്ല പോയില്ലേ. ഇതിപ്പോൾ കറക്റ്റ് ഗവൺമെന്റിന്റെ കൺട്രോളിൽ വരികയാണെങ്കിൽ എല്ലാത്തും നല്ല കറക്റ്റ് വാല്യൂ പോകും. നല്ല കാര്യമാണ് ഞാൻ പറയുന്നത്.